ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തില് അനുശ്രീയുടെ അലോക് പറഞ്ഞു, അനു നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ ഇല്ലയോ? എനിക്ക് ഫൈനൽ ആയിട്ടൊരു തീരുമാനം അറിയണമെന്ന് പറയണം. അത് കേട്ടിപ്പോ അനുശ്രീ പറഞ്ഞു, അലോകൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എങ്ങനെയാ വരുന്നേ, അങ്ങനെയാണെങ്കിൽ വേണ്ട, നീ വരണ്ട, ഇനി നമ്മൾ തമ്മിലൊരു ബന്ധം ഉണ്ടാകത്തില്ല. അത് കേട്ടപ്പോൾ അനുശ്രീക്ക് വല്ലാത്ത ടെൻഷനായി. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാരണം അവനൊരു റൈഡ് പോകാനായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. അവന്റെ റൈഡ് എന്താ ഏതാണെന്നൊന്നും അനുശ്രീക്ക് അറിയില്ല. അവന്റെ റൈഡ് എന്ന് പറഞ്ഞ ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായിട്ടാ അവൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അവൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടപ്പാക്കണം. അതിനു വേണ്ടിയിട്ട് ദേവമംഗലംകാരോട് പകരം വീട്ടാനാണ് അവന്റെ തീരുമാനം. പക്ഷെ ഇതൊന്നും അനുശ്രീക്കോട്ട് അറിയുന്നുണ്ടായിരുന്നില്ല. ഈ സമയം അനുശ്രീ ആകെപ്പാടെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും ഭഗവാൻ കൃഷ്ണൻ നന്ദൻ അങ്ങോട്ടേക്ക് വരുവാണ്. നന്ദനെ കണ്ടുകഴിഞ്ഞപ്പോ അലോകിന്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. ഇവരെന്തിനാ ഇങ്ങോട്ടേക്ക് വന്ന് എന്നൊരു ചിന്തയായിരുന്നു. ആ സമയം നന്ദൻ വന്നിട്ട്, ആഹാ നീ വീണ്ടും ഇവിടെ വന്നിന്നോ? എപ്പോ നോക്കിയാലും ഇതേ ഈ പെങ്കൊച്ചിനോട് നിന്നെ കാണാലോ. എന്താടാ അലോകെ, നിനക്ക് എന്താ അവിടെ ഒരു ജോലിയില്ലേ? ഇത് എത്ര വട്ടം നിന്നോട് പറഞ്ഞു ഞാൻ ഓരോ ജോലി ചെയ്യാനായിട്ട്, എന്നിട്ട് നീ മാറി മാറി വന്ന് നിൽക്കുകയാണോ? അപ്പോഴേക്കും അലോക് പറഞ്ഞു, അതെ എന്റെ ജോലികളൊക്കെ അവിടുത്തെ കഴിഞ്ഞെന്ന് പറയാ. ആര് പറഞ്ഞു കഴിഞ്ഞെന്ന്? നിന്റെ ജോലികളൊന്നും കഴിഞ്ഞിട്ടില്ല. പിന്നീട് അനുശ്രീയോട് പറഞ്ഞു, മോളെ അനുശ്രീ നീ അങ്ങോട്ടേക്ക് പോയിക്കോളാൻ പറയാണ്. അത് കേട്ടപ്പോ അനുശ്രീയുടെ ഒരു ഞെട്ടലുണ്ട്. എന്തോ ഒരു സംശയമുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ. ഇവൻ റൈഡിന് പോകാൻ വിളിച്ചു കാണുമല്ലേ? അത് കേട്ടപ്പോ അനുശ്രീയുടെ നെഞ്ചൊന്ന് കാളി. മോളെ അതിനൊന്നും ഉള്ള സമയമല്ല, അറിയാലോ നിന്റെ മാമന്റെ കല്യാണമാണ്. നീ അതിനകത്ത് പോയി പങ്കെടുക്ക്. ഇവിടെ വെറുതെ ഒന്ന് സമയം കളയല്ലേ. അത് മാത്രല്ല ഇപ്പൊ റൈഡിന് പോകണമെന്ന് സമയമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിന്നെ കാണാതെ ഇവിടെയുള്ള എല്ലാവരും ടെൻഷൻ അടിക്കില്ലേ? അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ അനുശ്രീ ഒരു നിമിഷം ഒന്ന് നോക്കി നന്ദനെ. അനുശ്രീക്ക് ഒന്നും മനസ്സിലായില്ല. താനും അലോകും എപ്പോ സംസാരിച്ചു അതിന്റെ ഇടയ്ക്കിലേക്ക് ഈ ചേട്ടൻ കയറി വരുന്നുണ്ട്. അലോകിന്റെ ഫ്രണ്ടാന്നൊക്കെ പറയുന്നു. പക്ഷേങ്കില് അലോക് ആദ്യമൊക്കെ അറിയത്തില്ല എന്ന് പറഞ്ഞെങ്കിലും ഇപ്പൊ പക്ഷെ അലോക് അറിയാവുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അനുശ്രീക്ക് ഒന്നും മനസ്സിലായില്ല. അപ്പോഴേക്കും നന്ദൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു കേട്ടില്ലേ, നീ അങ്ങോട്ട് പോയിക്കൊള്ളാൻ പറയണം. വേറൊരു നിവൃത്തിയില്ലായിരുന്നു. അനുശ്രീ അങ്ങോട്ട് പോയി. ആ സമയം അലോക് പറഞ്ഞു, കുറെ സമയം നീ എന്റെ പിന്നാലെ നടക്കാൻ നിന്നിട്ട് നിനക്ക് എന്താടാ വേണ്ടെന്നൊക്കെ നന്ദനോട് ചോദിക്കുകയാണ്. അപ്പോഴേക്കും നന്ദൻ പറഞ്ഞു, അതെ ഞാൻ നിന്നോട് ഒരു തവണ പറഞ്ഞു, നീ ഇങ്ങനെ ചുമ്മാ ഈ ചുറ്റിക്കളയായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കില്ലെന്ന്. നിന്റെ ഉദ്ദേശം എന്താന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലായി. അത് എന്താണെങ്കിലും നടക്കാൻ പോകുന്നില്ല അലോകെ. ആ പെങ്കൊച്ചിനെ അങ്ങോട്ട് ഹോട്ടലിലേക്ക് പോകാനല്ലേ റൈഡിനാന്ന് പറഞ്ഞ് നീ വിളിച്ചോണ്ട് പോന്നേ. ഒന്ന് വലിയ നിന്റെ കൊച്ചച്ഛന്റെ കല്യാണം നടക്കുന്ന സമയത്താണോടാ നീ ഇതൊക്കെ ചെയ്യുന്നേ? അത് കേട്ടപ്പോ അലോക് പറഞ്ഞു, അതൊക്കെ പറയാൻ ചോദിക്കാൻ നീ ആരടാ? കുറെ സമയം നിന്നെ ഞാൻ നോങ്ങി വെച്ചിട്ട്. ആ സമയം നന്ദൻ പറഞ്ഞു, അതെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആരാന്ന് നിനക്ക് എന്താണെങ്കിലും അധികം വൈകാതെ മനസ്സിലാവും പറയാം. അങ്ങനെയാണ് നീ മനസ്സിലാക്കി താടാന്ന് പറഞ്ഞോണ്ട് നന്ദന് നേരെ കൈവീശി അടിക്കാൻ തുടങ്ങുവാണ്. നന്ദന കയ്യേലേക്ക് ഒരു പിടുത്തമായിരുന്നു. പിന്നെ അലോകിന്റെ കൈ അനങ്ങിയില്ല. ആ സമയം നല്ല രീതിയിൽ തന്നെ അവനിട്ട് കൊടുത്തു. നന്ദന്റെ ഇടി കിട്ടിക്കഴിഞ്ഞപ്പോ അലോകിനൊന്നും അനങ്ങാൻ പോലും പറ്റിയില്ല. കാരണം ഭഗവാൻ കൃഷ്ണനോടെ കളിക്കുക എന്നുള്ള കാര്യം അലോകിന് അറിയത്തുണ്ടായിരുന്നല്ലോ. കുറച്ച് സമയത്തേക്ക് എന്താ സംഭവിച്ചെന്ന് പോലും അലോകിന് മനസ്സിലായില്ല. കണ്ണ് തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ആരും ഇല്ലായിരുന്നു. കാരണം നന്ദൻ ആ സമയം അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. തനിക്കിട്ട് ഇടി കിട്ടിയതിന്റെ സത്യമാണോ അതോ ഇനിയിപ്പോ തനിക്ക് തോന്നിയതാണോ എന്ന് പോലും ഒരു നിമിഷം അലോകിന് തോന്നിപ്പോയി. പക്ഷെ അതൊന്നും ആയിരുന്നില്ല സത്യം. നല്ല രീതിയിൽ തന്നെ ചത കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ സമയം ശ്രീദേവി ആകെപ്പാട് ടെൻഷൻ അടിച്ച് മാറി നിൽക്കുകയാണ്. ശ്രീദേവിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ സംഗീതം കാര്യങ്ങളൊക്കെ അതിഗംഭീരമായിട്ട് നടന്നു. നന്ദന്റെ കയ്യിലായിരുന്നു പണം ഉണ്ടായിരുന്നത്. പണവും കാര്യങ്ങളൊക്കെ നന്ദൻ അത് കൃത്യമായിട്ട് തന്നെ ധർമ്മന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ അതിനെല്ലാം ശേഷം സംഗീതം എല്ലാം കഴിഞ്ഞ് എല്ലാവരും കൂടെ വീട്ടിലേക്ക് പോരുവാണ്. അപ്പൊ പിറ്റേ ദിവസമാണ് കല്യാണം. അപ്പൊ പിറ്റേ ദിവസം കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും വീട്ടിലേക്ക് വരുന്നത്. അപ്പൊ സംഗീതം നല്ല രീതിയിൽ നടന്നതിന്റെ സന്തോഷം ഉണ്ടായിരുന്നു. പോരുന്ന സമയത്ത് ബാലൻ ചെന്ന് പ്രത്യേകം നന്ദിയൊക്കെ പറയുകയും ചെയ്തു നന്ദനോട്. എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് നടന്നു. ഇനിയിപ്പം നാളത്തെ കാര്യം കൂടെ അതിഗംഭീരമായിട്ട് നടക്കണം. ഇന്ന് നടന്ന പോലെ തന്നെ ഒന്നിനും ഒരു കുറവൊന്നും വരാൻ പാടില്ല. നന്ദൻ പറഞ്ഞു, ധൈര്യമായിട്ട് പോയിക്കോ ബാലേട്ടാ, എല്ലാം നല്ല ഗംഭീരമായിട്ട് തന്നെ നടക്കുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞു. ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലെന്ന്. അങ്ങനെ എല്ലാവരും വീട്ടിലേക്ക് നല്ല മടുത്ത് ക്ഷീണിച്ചൊക്കെയാണ് വരുന്നത്. ശ്രീദേവി മുറിയിലേക്ക് എന്ന് ശ്രീദേവിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇന്ന് നടന്ന ഓരോ കാര്യങ്ങളും ഓർക്കുമ്പോൾ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. തന്റെ അച്ഛൻ എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല. അയാൾ പറഞ്ഞനുസരിച്ച് നാളെ തന്റെ അച്ഛൻ വരുമെന്നാ പറയണേ. പക്ഷെ അതെങ്ങനെ, തന്റെ അച്ഛൻ എങ്ങോട്ടാ പോയേ, ചെല്ലയ്യ എങ്ങോട്ടാ കൊണ്ടുപോയെന്ന് പോലും അറിയത്തില്ല. ഇനിയിപ്പം അമ്മയെ വിളിച്ചു ചോദിക്കാന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി റിസ്ക് ഉള്ള കാര്യമാണ്. ആനന്ദേട്ടൻ അറിഞ്ഞാൽ അത് അതിനേക്കാളും വലിയ പ്രശ്നമാവും. ഇത്തിരി കഴിഞ്ഞപ്പോൾ ആനന്ദ് അങ്ങോട്ട് വന്നു. ആനന്ദ് വന്നിട്ട് പറഞ്ഞു, നിന്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടായിരുന്നു ഇന്നവിടെ. ആ സമയത്ത് ശ്രീദേവി പറഞ്ഞു, ആനന്ദേട്ട ഞാൻ വേണ്ട കൂടുതലൊന്നും പറയണ്ട, അറിയാലോ നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാലോ. നാളെ പോകുന്ന സമയത്ത് ബാഗ് കൂടെ കയറ്റി വെച്ചോണം വണ്ടിക്കകത്ത്.
അവിടെ ചെല്ലുന്നതോട് കൂടിയിട്ട് നമ്മൾ തമ്മിലുള്ള ബന്ധം അങ്ങോട്ട് അവസാനിക്കുക, അറിയാലോ. അത് പിന്നെ അനന്തേട്ടാ, നാളത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നാളത്തെ ദിവസത്തിന് എന്താ പ്രത്യേകത? നീ ഈ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാ കാര്യങ്ങളും പൊളിയും. അതിന്റെ ആവശ്യമില്ല. കാരണം എനിക്ക് നിന്നെ തിരികെ കൊണ്ടുവിടാനായിട്ട് പിന്നെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. വീട്ടിലെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നവും. ചോദ്യമായി പറച്ചിലായി. അതിന്റെ ആവശ്യമില്ല. നീ നാളെ തന്നെ ആ വഴി തന്നെ പോയിക്കോ. ഞാൻ പറഞ്ഞോളാം, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം. അതൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വൈകുന്നേരം സംഗീതം എല്ലാം കഴിഞ്ഞതിന് ക്ഷീണത്തിൽ എല്ലാവരും നേരത്തെ കയറി കിടക്കുവാണ്. കാരണം നാളെ രാവിലെ തന്നെ എഴുന്നേക്കണം. ധർമ്മന്റെ കല്യാണം കാര്യങ്ങളൊക്കെ ആണല്ലോ. ഈ സമയത്ത് അലോകിനൊന്നും എഴുന്നേക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് അലോക് അവിടെ നടന്നുകൊണ്ടിരുന്നത്. കാരണം അമ്മാതിരി ചതയാണ് അലോകിനിട്ട് കിട്ടിയത്. പിന്നീട് അച്യുതൻ വന്നിട്ട് അലോകിനോട് ചോദിച്ചു, എന്താടാ നിനക്ക് എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അലോകുള്ള കാര്യം പറഞ്ഞു. അതെ, ഒരുത്തൻ എന്നെ വന്ന് നന്നായിട്ട് അങ്ങോട്ട് ചവച്ചെന്ന് പറയണം. നീ കാര്യം എന്താ വെച്ചാൽ പറ. പിന്നീട് കാര്യം പറയണം. അച്ഛ, അവനെ ഇനി ഇവിടെയും കണ്ടില്ല. ഞാൻ കാണുമ്പോൾ ഞാൻ കാണിച്ചു തരാം അവനെ എന്നൊക്കെ പറഞ്ഞു. ആ, സാരമില്ല, അവനെ നമ്മുടെ കൈ കിട്ടും. നീ ധൈര്യമായിട്ടിരിക്കുന്നു പറഞ്ഞു. അപ്പോഴേക്കും അനന്തൻ അങ്ങോട്ട് വന്നു. അനന്തൻ വന്ന് കാര്യം എന്താന്നൊക്കെ ചോദിക്കണം. അലോക് പറഞ്ഞു, എനിക്ക് തോന്നേ ആ ബഹാലിന്റെ ഗോമതി സ്റ്റോഴ്സ് ബഹാലിന്റെ ആളാന്ന് തോന്നേ. ഒരുത്തൻ എന്നെ വന്ന് നന്നായിട്ട് അടിച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് എന്താണെങ്കിലും മറുപടി കൊടുക്കണം വെല്ലിച്ച. നമ്മൾക്കിത് വെറുതെ വിടാൻ പറ്റില്ലെന്ന് പറയണം. ആ സമയം അനന്തം പറഞ്ഞു, നമ്മൾ ആരാ എന്താ ഏതെന്നൊക്കെ അറിയാതെ എങ്ങനെയാ? ഒരുപക്ഷെ നാളെ അവൻ കാണുമായിരിക്കും. നാളെ നമുക്ക് പകരം വീട്ടാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വന്നാലും അലോകിന് ശരീരം പോലും അനക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ എന്നാലും ഏതായിരിക്കും? താനും അലസനിയും കൂടെ എപ്പോൾ സംസാരിക്കാനായിട്ട് ഇറങ്ങിയാലും ആ സമയത്ത് അതിൻ്റെ അടുക്കലേക്ക് അവൻ കയറും. എന്താണെങ്കിലും നാളെ അവനെ കാണും. അവനിട്ട് നാളെണ്ണം കൊടുക്കണം എന്നൊരു ചിന്തയൊക്കെയായിരുന്നു അലോകിന്റെ മനസ്സിൽ. ഇനിയിപ്പോൾ കൊട്ടേഷ സംഘത്തെ വെച്ചിട്ടാണെന്നും കുഴപ്പമില്ല, അവനിട്ട് പണി കൊടുക്കണം തന്നെ തീരുമാനിച്ചു. ഇതേ സമയം ശ്രീദേവി ഉറങ്ങാൻ കിടന്നെങ്കിൽ ശ്രീദേവിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. കാരണം ഇന്നൊരു രാത്രി കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ നാളെ ഈ വീട്ടിൽ നിന്ന് പുറത്താൻ പോവാ. ആനന്ദിന്റെ കൈ പിടിച്ച് ആ വീട്ടിലേക്ക് കയറി വന്ന രംഗമൊക്കെ ശ്രീവിദ്യയുടെ മനസ്സിലുണ്ടായി. താനും ആനന്ദേണ്ടും എത്ര സന്തോഷത്തിലാണ് കഴിഞ്ഞേ. എല്ലാം ഒരു നിമിഷം കൊണ്ട് ഒന്നും അല്ലാതായി മാറി. ഇനിയിപ്പം അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല. ഈ കുടുംബത്തിലുള്ള എല്ലാവരുടെ സ്നേഹം നഷ്ടപ്പെടാൻ പോവാ. അവർക്കൊന്നും അറിയത്തില്ല തന്റെ കള്ളത്തരം ചതി എന്താന്ന്. ഒരുപക്ഷെ നാളെ താൻ വീട്ടിൽ പോകുന്നതോട് കൂടിയിട്ട് ആ സത്യങ്ങളൊക്കെ പുറത്തു വരും. അതൊക്കെ അറിഞ്ഞു കഴിയുമ്പത്തിനും വീട്ടിലുള്ളവർക്ക് സഹിക്കാൻ പറ്റില്ല. താൻ ഇത്തരക്കാരിയാണോന്നൊക്കെ അവർ വിചാരിക്കും. അതൊക്കെ ഓർത്ത് ശ്രീദേവി കരഞ്ഞുകൊണ്ട് കിടക്കുവാണ്. ആ സമയം ആനന്ദ് നന്നായിട്ട് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. ശ്രീദേവിക്ക് വിഷമായി. ആനന്ദേട്ടൻ എങ്ങനെ കിടന്ന് ഇങ്ങനെ ഉറങ്ങാൻ കഴിയുന്നു? തനിക്കാണെങ്കിൽ കണ്ണൊന്നും അടയ്ക്കാൻ പോലും പറ്റുന്നില്ല നാളത്തെ ദിവസത്തെക്കുറിച്ച് ഓർത്തിട്ട്. പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോൾ രാവിലെ തന്നെ എല്ലാവരും എഴുന്നേറ്റ് റെഡിയാവുകയാണ്. ആനന്ദ് എന്ത് ചെയ്തു? ആനന്ദും എഴുന്നേറ്റു. ആനന്ദ് റെഡിയാവുക. പക്ഷെ ശ്രീദേവി മൈൻഡ് പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ശ്രീദേവിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, രാവിലെ ആകുമ്പോൾ ആനന്ദേട്ടൻ മനസ്സ് മാറും, എന്തേലും തന്നോട് പോവണ്ടെന്നൊക്കെ പറയുന്നത്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ആ സമയം ധർമ്മനെ ഒരുക്കാനായിട്ട് ആനന്ദ് റെഡിയായിട്ട് അങ്ങോട്ട് പോവുകയും ചെയ്തു. അങ്ങനെ ധർമ്മനെ നല്ല ഗംഭീരമായിട്ട് ഒരുക്കുകയും ചെയ്തു. ആര്യനും ആനന്ദും ആകാശും എല്ലാവരും ചേർന്നിട്ടാണ് ഒരുക്കിയത്. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അതെ ഇറങ്ങാനുള്ള സമയമായി, ഇറങ്ങി വരാൻ പറയണം. അങ്ങനെ എല്ലാവരും കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നു. ഇറങ്ങി വന്നിട്ട് ബാലൻ്റെയും ഗോമതിയുടെയൊക്കെ കാല് തൊട്ട് അനുഗ്രഹം മേടിക്കുന്നുണ്ട്. അതിനുശേഷം ധർമ്മം പറഞ്ഞു, ഞാൻ അമ്മയുടെ അനുഗ്രഹം മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ കൃഷ്ണമംഗലത്തേക്ക് ചെല്ലുവാണ്. അവിടെ ചെന്ന് ഇന്ദിരാമ്മയുടെ അതോടൊപ്പം തന്നെ അനന്തന്റെ അച്യുതനെ പിന്നെ ഏടത്തിമാരുടെ ഒക്കെ അനുഗ്രഹം കാല് തൊട്ട് അനുഗ്രഹമൊക്കെ വാങ്ങിക്കുന്നുണ്ട്. കല്യാണമാണല്ലോ. ആ സമയം ഇന്ദിരാമ്മ പറഞ്ഞു, എനിക്ക് ഉറപ്പുണ്ട് ഇത്തവണ എന്താണെന്ന് നിന്റെ വിവാഹമൊന്നും മുടങ്ങാൻ പോകുന്നില്ല, അതിഗംഭീരമായിട്ട് തന്നെ നടക്കും, നീ അതൊന്നും ഓർത്ത് പേടിക്കേണ്ട ധർമ്മ എന്നൊക്കെ പറഞ്ഞു. ധർമ്മൻ ഇപ്പോൾ ഒരു ആത്മവിശ്വാസമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടായിരുന്നു. അതേ സമയത്ത് ഉദയഭാനുവിന് നല്ല ചത കിട്ടിയിട്ടുണ്ടായിരുന്നു. ഉദയഭാനുവിന്റെ കൈ പോലും പൊങ്ങാത്തില്ലാതെ വന്നു. ഒടുവില് ഉദയഭാനുവിന്റെ കയ്യേല് ഭാന്റയുടെ ഒക്കെ ഇടണ്ടായിട്ട് വന്നു. അങ്ങനെ ഭാന്റയുടെ ഒക്കെ ഇട്ടോണ്ട ഉദയഭാനു വീട്ടിലേക്ക് വരുന്നത്. എന്നാലും ജീവൻ തിരികെ കിട്ടിയല്ലോ എന്നൊരു സന്തോഷം ഉണ്ടായിരുന്നു. ആദ്യം വിചാരിച്ചു കല്യാണത്തിന് പോകണ്ടാന്ന്, പിന്നെ ഓർത്ത് പോവാതിരുന്നേ എങ്ങനെ ശരിയാന്നേ. അങ്ങനെ ഉദയഭാനു ശ്രീകലയുടെ കല്യാണത്തിന് പോവാനായിട്ടൊക്കെ റെഡിയായി ഇറങ്ങുവാണ്. ഈ സമയം ശ്രീകല ഒരു കാര്യം പറഞ്ഞു, അവിടെ ചെന്നിട്ടുണ്ട് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല. ദൈവമേ, ഇന്നെങ്ങാനും ഇനി ആ ചെല്ലയെ വന്ന് അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുവോ? അങ്ങനെ ഉണ്ടായാൽ നമ്മളെല്ലാവരും നാണം കിട്ടുപോകും. അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ടേ. ഇന്നങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, ഞാനല്ലേ പറയണേ. ഇതൊക്കെ ഇതിനിടയ്ക്കുള്ള. എന്നാലും അവളെ പണം കൊണ്ട് പോയല്ലോ ലാലി. ഒന്നും രണ്ടുമല്ല 3-5 ലക്ഷം രൂപയും കൊണ്ടല്ലേ പോയത്. ഉദയേട്ടാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവളെക്കുറിച്ച് പറയുക പോലും ചെയ്തേക്കല്ലേ. നിങ്ങളാ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ഇതുപോലെ ഒരു പെരുങ്കള്ളീനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവരും ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണ്. ഈ സമയം ധർമ്മന് അങ്ങനെ എല്ലാവരുടെയും കാല് തൊട്ട് അനുഗ്രഹമൊക്കെ മേടിച്ച് ദേവമംഗലത്തേക്ക് വരുവാണ്. പിന്നീട് അവരെല്ലാവരും കൂടെ കൂടിയിട്ട് ഓഡിറ്റോറിയത്തിലേക്ക് അങ്ങോട്ട് പോയി. ഈ സമയത്തെല്ലാം ശ്രീദേവിയുടെ മുഖം വല്ലാതെയായിരുന്നു.
ഇടയ്ക്ക് ഗോമതി ചോദിക്കുകയും ചെയ്തു, എന്ത് പറ്റി മോളെ, നിന്റെ മുഖം എന്താ വല്ലായിരിക്കണേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന്. പക്ഷെ ശ്രീദേവി ഒന്നുമില്ലെന്നും പറഞ്ഞ് മാറുന്നു. മീനാക്ഷിക്കും ഇത്രയ്ക്കും ചെറിയ സംശയങ്ങളും കാര്യങ്ങളൊക്കെ തോന്നി. എന്തോ ശ്രീദേവി ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടോന്നൊരു ചിന്ത. പിന്നെ അവർ ഓഡിറ്റോറിയത്തിലേക്ക് എന്ന് കഴിഞ്ഞപ്പോൾ തന്നെ നന്ദൻ ഓടി വന്നു. നന്ദൻ എല്ലാവരെയും കൂടെ അകത്തേക്ക് അങ്ങോട്ട് കയറ്റിക്കൊണ്ട് പോയി. നന്ദനെ കാണുമ്പം മിത്രയുടെ ഉള്ളിൽ താൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊരു ചിന്തയായിരുന്നു വരുന്നത്. പക്ഷെ എവിടെയാ എങ്ങനെയാന്ന് മിത്രയ്ക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഒരു പക്ഷെ ഇവിടെ വെച്ചായിരിക്കും ആദ്യമായിട്ട് കണ്ടിരിക്കുന്നത്. അതും ചിലപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും മീനാക്ഷിയോട് ഈ സംശയം പറയുകയും ചെയ്തു. മീനാക്ഷി എടുത്തി, ആ നിൽക്കുന്ന ആളെ കണ്ടോ, ഞാൻ എവിടെയോ കണ്ടു മറന്നുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. എവിടെ എങ്ങനെയാന്ന് എനിക്കൊരു ഓർമ്മ കിട്ടുന്നില്ലെന്ന് പറയാണ്. മീനാക്ഷിയോട് നമ്മൾ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും വെച്ച് കണ്ടതായിരിക്കും. എത്രയോ ആൾക്കാർ നമ്മൾ ദിവസേന കാണുന്നു, അവരിൽ ആരെങ്കിലും ഒരാളായിരിക്കും അത് എന്നൊക്കെ ഇങ്ങനെ മീനാക്ഷിയും പറയാണ്. ഇതേ സമയത്ത് അലോകും അവരേക്ക് അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ അലോകം നോക്കി കഴിഞ്ഞപ്പോഴത്തേനും അവിടേക്ക് നന്ദൻ വരുന്നുണ്ട്. നന്ദനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അലോകം പറഞ്ഞു, തെങ്ങ് നോക്കി, ഇവനെ കണ്ടോ, ഇവനാണ് അടിച്ചതെന്ന് പറയണ. ഇവനോ? അതെ, ഇവനെ അടിച്ചതെന്ന് പറയണ. ആ സമയത്ത് അച്യുതൻ പറഞ്ഞു, അങ്ങനെയാണ് ഇവനെ വെറുതെ വിട്ടുകൂടാ, ഇവനിട്ട് കൊടുക്കൂടോ എന്ന് പറയണ. ആനന്ദം പറഞ്ഞു, തൽക്കാലത്തേക്ക് ഇപ്പം എന്താണ് അതിനൊന്നും പോകണ്ട, നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കിക്കൂടാ, കല്യാണം മുടക്കിയെന്നുള്ള പേരുദോഷം നമുക്ക് കിട്ടണ്ടെന്ന് പറയണ. അത് ശരിയാ, അങ്ങനെയാണ് പിന്നത്തേക്ക് വെക്കാം, ഉറപ്പായിട്ട് ഇവനിട്ട് കൊടുക്കണം, ഇവനെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ലെന്നൊക്കെ പറയണം. ഈ സമയം നന്ദൻ ചെറിയൊരു പുഞ്ചിരിയോട് കൂടിയിട്ട് നന്ദൻ അങ്ങോട്ട് കയറി പോവാണ്. നന്ദൻ ഇത് വല്ല പ്രശ്നമുള്ള കാര്യമാണോ? ഭഗവാൻ കൃഷ്ണനല്ലേ. പിന്നീട് ധർമ്മനെ അങ്ങനെ മണ്ഡപത്തിലേക്ക് കൊണ്ടിരുത്തി. എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് വധുവിന്റെ വരവിന് വേണ്ടിയിട്ട്. അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോഴത്തേനുമാണ് വധു അങ്ങോട്ടേക്ക് എത്തുന്നത്. വധു വന്ന് അങ്ങനെ വധുവിനെ ഇച്ചിരി കഴിയുമ്പോഴത്തേനും മണ്ഡപത്തിലേക്ക് വധുവിനെ കയറ്റിയിരുത്തി. ഭയങ്കര പ്രതീക്ഷയോട് കൂടിയിട്ട് അങ്ങനെ ധർമ്മം താലി കെട്ടാനായിട്ട് താലിയൊക്കെ എടുക്കാൻ തുടങ്ങുമ്പോഴത്തേനുമാണ് ഒരമ്മയും മോനും കൂടെ അങ്ങോട്ട് വന്നേ. നിർത്താനും പറഞ്ഞുകൊണ്ട് എല്ലാവരും ഒരു നിമിഷം ഞെട്ടിത്തെറിച്ചിരിക്കുക. എന്താ ഏതാ എങ്ങനെയൊന്നും ആർക്കും മനസ്സിലായില്ല. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ രാവിലെ തന്നെ വരാട്ടോ. അപ്പം മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ. അതോടൊപ്പം തന്നെ ഇനി നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ അറിയാം. ധർമ്മൻ്റെ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് വന്നവരാണ് അവർ. പക്ഷെ ധർമ്മൻ്റെ കല്യാണം ഒന്നും മുടങ്ങില്ല. ധർമ്മൻ്റെ കല്യാണം തന്നെ നടക്കുക തന്നെ ചെയ്യും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോട് നിർത്തുന്നു. നന്ദി.